ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എന്ന് വെച്ചാൽ ബിഗ് ബോസിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ കുറച്ച് ലൈവും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും തിരക്കും ഒക്കെ ആയിട്ട് പോയി അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് തുടർച്ചയായിട്ടും ബിഗ് ബോസിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വരുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ ലൈവ് കാണും. അപ്പോൾ ലൈവ് കണ്ടിട്ട് ഇപ്പം എപ്പിസോഡെന്നൊക്കെ പറഞ്ഞാൽ ഒരു അരമുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കാണുന്നതല്ല. 24/7 കാണുന്നവർക്കറിയാം ബിഗ് ബോസ് എന്താണെന്ന്. അപ്പം അത് ഇല്ല, റോബിൻ്റെയും ദിൽഷയുടെയൊക്കെ കേസ് കേട്ട് വന്ന സമയത്തൊക്കെ 24/7 അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അതൊക്കെ കണ്ടായിരുന്നെങ്കിൽ നല്ല അർഹതപ്പെട്ട ആൾക്കാരൊക്കെ വിൻ ചെയ്തേനെ. അപ്പം നമുക്ക് ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെ അങ്ങ് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം വന്ന കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര ഇതെനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്താ പറയണ്ടേ, അവരുടെ പേര് ജാസ്മിൻ. അവരിച്ചിരി സോഷ്യൽ മീഡിയയിലൊക്കെ ഇച്ചിരി അത്യാവശ്യം ആക്റ്റീവും കാര്യങ്ങളൊക്കെയാണ്. അവരൊക്കെയാണ്. ബാക്കിയൊക്കെ നമുക്ക് പറയാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഫസ്റ്റ് കണ്ടസ്റ്റൻസ് അൻസിബ. നമ്മൾ ദൃശ്യം 1, 2 മോഹൻലാലിൻ്റെ മോളായിട്ടുള്ള പുള്ളിക്കാരിയാണ്. പിന്നെ സെക്കൻഡായിട്ട് വന്നത് ജിൻഡോ. അതൊരു ബോഡി ഗാർഡാണ്. പാമ്പിടിച്ചവൻ്റെ ഡാൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. ഈ നല്ല ജിമ്മ് സൈസും കൊണ്ട് വന്നിട്ട് ഒരുമാതിരി പൊട്ടം കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി സൈസ് മാത്രമേ ഉള്ളൂ കാണുമ്പോൾ അറിയാം നമ്മൾ എന്തൊക്കെ, നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ലല്ലോ. എനിക്ക് ആ ഡാൻസിനോട് അത്ര താല്പര്യമില്ല. നമുക്ക് അറിയാത്ത കാര്യം ഉടനെ അവിടെ പറയണം, അല്ലാതെ വെറുതെ വന്ന് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ഇത്. പിന്നെ ആരാ, യമുന റാണി. എല്ലാ വർഷവും കാണും ഇതുപോലൊരു ആൾ. ഇവർ സിനിമയ്ക്കകത്തൊക്കെ ഉണ്ടായിരുന്നു യമുന റാണി. എന്താ പറയാന്ന് വെച്ചാൽ യമുന റാണി എനിക്ക് കണ്ടല്ലോ. ഇവരെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇനി അമ്മപ്പാസം അങ്ങനെയൊക്കെയുള്ള ഇതാണോ ഇനി ഇറക്കുന്നത്, അങ്ങനെ കുറച്ച് നാൾ നിൽക്കുന്ന കുറേ ടീംസൊക്കെ ഉണ്ടല്ലോ. അതാണ് ആ കൂട്ടത്തിൽ പെടുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ ജിൻഡുവിനെ കാണിച്ചായിരുന്നു. സോറി, ഒരു ജിമ്മിൻ്റെ കാര്യം പറഞ്ഞില്ല, അത് ഈ പുള്ളിക്കാരനാട്ടോ. പുള്ളിയെ കാണിച്ചിട്ടില്ല. അപ്പം ഓക്കെ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ ഋഷി, നമ്മുടെ മുടിയൻ എന്നൊക്കെ പറയത്തില്ലേ, ഈ പുള്ളിക്കാരൻ ഉപ്പും മുളകിനകത്ത് ഇവൻ കലക്കും എനിക്ക് തോന്നുന്നു. എനിക്ക് നല്ല എൻ്റെ മനസ്സ് പറയുന്നുണ്ടോ നല്ലോണം കലക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ജാസ്മിൻ ജാഫർ, പുള്ളിക്കാരി അത്യാവശ്യം ആക്റ്റീവാണ് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ പ്രൊമോ ഉണ്ടായിരുന്നു, അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവർ രണ്ടും കളിപ്പിച്ച് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വന്ന ദേവുവിനെ പോലെ ആയിരിക്കും, തുടക്കത്തെ പൊട്ടലും ചീറ്റലും മാത്രമേ കാണത്തുള്ളായിരിക്കും, കണ്ടറിയാം. പിന്നെ സിജോ ജോ, എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല പുള്ളിയെക്കുറിച്ച്. അത്യാവശ്യം വീഡിയോ ക്രിയേറ്റർ ആയിട്ടൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഇൻസ്റ്റയിലൊക്കെ. എനിക്ക് കൂടുതൽ അറിയില്ല, നമ്മളറിയാത്ത കാര്യം പറയാമല്ലോ. പിന്നെ ആരാ, ശ്രീതു കൃഷ്ണ, അവരെക്കുറിച്ചും വലിയ പിടുത്തമൊന്നുമില്ല. പിന്നെ ഈ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുക പുള്ളിക്കാരിയെ. പിന്നെ ജാൻ മോനിദാസ്, എനിക്കിവരെയും വലിയ പരിചയമൊന്നുമില്ല, അറിയത്തില്ല. പിന്നെ രതീഷ്, അദ്ദേഹത്തിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. മീൻസ് ഇപ്പം തന്നെ പ്രൊമോയിൽ തന്നെ പുള്ളി വന്ന് കുറേ വെറുപ്പിച്ചായിരുന്നു. വീടിനകത്തും അതുകൊണ്ടൊക്കെ കുറേ രംഗങ്ങളൊക്കെ കണ്ടു. ഇനി എന്ത് വന്ന് നമുക്ക് കണ്ടറിയാം. പിന്നെ ശ്രീരേഖ, അവർ എനിക്ക് തോന്നുന്നു ലാലിൻ്റെ ഒരു പടത്തിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. സോറി, ഇതാണ് ശ്രീരേഖ. പിന്നെ അസി റോക്കി, പുള്ളി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അസി എന്ന് പറഞ്ഞത് വേറെ ക്യാരക്ടർ, റോക്കി എന്ന് പറഞ്ഞത് വേറെ ക്യാരക്ടർ. എന്തോ KGF ആണോ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല, കണ്ടറിയാം ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ. പിന്നെ അടുത്തത് അപ്സര, ഈ സീരിയലിലും പിന്നെ ഈ സിനിമയിലൊക്കെ ചില കോമഡി കാര്യങ്ങളൊക്കെ പുള്ളി നല്ല രീതി ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ആരാ, ഗബ്രി ജോസ്, നമുക്ക് വലിയ പരിചയമൊന്നുമില്ല പുള്ളിക്കാരനെ, ആക്ടറാണ്. അതിനകത്ത് ഹോപ്പ് അതിനകത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവരുടെ സ്റ്റോറി കൂടുതൽ പരിചയമൊന്നുമില്ല. പിന്നെ നോറ മുസ്കാൻ, അതും നമുക്ക് വലിയ പരിചയമില്ല, നമുക്കറിയാത്തവരാണ് കൂടുതലും. പിന്നെ അർജുൻ
എനിക്കറിയത്തില്ല. അർജുനെ അറിയത്തില്ല. ഇവരൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക സത്യത്തിൽ. പിന്നെ സുരേഷ് മേനോൻ, പുള്ളി ഒരു വില്ലനാക്കിയാണെന്നാണ് ഞാൻ കരുതിയത് വന്നപ്പം, ഒരു പാവം പിടിച്ചവൻ. പിന്നെ ശരണ്യാനന്ദ് ഒരു സീരിയൽ ആക്ട്രസ്സാണ്. അത്യാവശ്യം അവരുടെ കുടുംബവിളക്ക് അതിനകത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം അവർ സീരിയലിൽ പോലൊന്നുമല്ല, അവർ ഭയങ്കര മോഡേണൊക്കെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കോമണേഴ്സ് ആയിട്ടുള്ള രണ്ടാൾക്കാരുണ്ട്. എന്തുവാ രശ്മിൻ ബായ്, അവരാണ്. അവരുടെ പേര് നിഷാന അല്ല നിഷാന അല്ല സോറി, രശ്മിനും നിസാനയും രണ്ടാൾക്കാരുണ്ട് കോമണേഴ്സ് ആയിട്ടുള്ള. അപ്പം അവരെല്ലാം ഇതിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക പുതിയ പുതിയ ആൾക്കാരെ. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ ഈ വട്ടത്തെ തീപ്പാറും ഐറ്റങ്ങളൊക്കെയാണെന്നാണ് അവർ പറയുന്നത്. ഇതിനേക്കാളും വലിയ ടീമുകളൊക്കെ ഉണ്ട്. കുറേ കഴിയുമ്പോൾ അങ്ങ് ഡൗൺ ആയിക്കോളും. തുടക്കത്തെ ആവശ്യത്തിന് എല്ലാവരും കയറി ചാടി കളിക്കുന്നതെന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പം ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ പ്രൊമോയിലെ ക്യാപ്റ്റൻസി ടാസ്കിലാണ് ഫൈറ്റ്. അതിലെ ജാസ്മിൻ നല്ല രീതിയിൽ, പിന്നെ നമ്മുടെ റോക്കി അണ്ണനും രതീഷൊക്കെ കിടന്ന് ഫയർ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് താമ്പോളും അങ്ങനെയൊക്കെയുള്ള ഡയലോഗും കാര്യങ്ങളുമൊക്കെ. ഒരാഴ്ച പോകും, പിന്നെ കണ്ടറിയാൻ എന്തൊക്കെയാണ്. ഇതൊന്നും അല്ലല്ലോ, തുടക്കത്തെ ആവേശത്തിന് എല്ലാവരും ചാടി കയറും, പിന്നെ അങ്ങ് ഇരുന്നോളും. ഇതിനേക്കാളും വലിയ കൊമ്പനായ അഖിൽമാരേറ് വരെ ഇരുന്ന് പറയുമായിരുന്നു. അപ്പം നമുക്ക് ഇനി കറക്റ്റായിട്ടുള്ള, നമുക്ക് ഒരാളെക്കുറിച്ച് പഠിച്ചു വന്നിരുന്ന് പറയുന്നേക്കാളും നല്ല അറിയാത്ത പോലെ തന്നെ പറയണം. അപ്പം നമുക്കിപ്പം കഴിഞ്ഞ വർഷത്തെ എനിക്ക് ആരെയും അങ്ങനെ അറിയത്തൊന്നുമില്ല. നമ്മൾ കണ്ടു വന്നിട്ട് ആയിരിക്കുമല്ലോ ഇനി അവരെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ അറിയുന്നത്. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം, അടുത്ത വീഡിയോയിലേക്ക് തുടങ്ങാം. ഇനിയുള്ളതെല്ലാം നമുക്ക് പക്കയായിട്ട് ചെയ്യാം. ബൈ.